ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ടെൻത്ത് പ്രിലിംസിൻ്റെ നമ്മൾക്കറിയാം, ഈയിടെ 10th പ്രിലിംസ് വീണ്ടും നടക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു എക്സാമാണ് 10th പ്രിലിംസ്. ഈ എക്സാം നടക്കാനായിട്ട് പോകുമ്പം നമുക്ക് ഈ എക്സാം കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഒക്ടോബർ മാസത്തിൽ ഡേറ്റ് വന്നിട്ടുണ്ട്, ഫേസ് 1ൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഒക്ടോബർ കൊണ്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണം? എല്ലാവർക്കും ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്. ജോലി ലഭിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്, അല്ലേ? പലപ്പോഴും ഇങ്ങനെ നമ്മളൊരു അടുത്ത് വന്നിട്ട് തട്ടിപ്പോകും. ഇതാണ് സംഭവിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക, 10th പ്രിലിംസിന് ഒരുപാട് നമ്മുടെ കൊറോണയൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് എക്സാംസ് നടന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് പരിചയപ്പെടുക. പിന്നെ മനസ്സിലാക്കണം, ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നമുക്കൊരു 70 റേഞ്ചിലൊക്കെ എപ്പോഴും വരാറുണ്ട്, അത് കൂടുതലൊക്കെ വരാറുണ്ട്. നമ്മൾ സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാകും, അയ്യോ ഇത് എന്ത് എളുപ്പമാണ്, എനിക്കെന്തുകൊണ്ടാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാരിറ്റി എനിക്ക് കിട്ടാൻ പോകാത്തത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സമയം എടുത്ത് വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പോലും നെഗറ്റീവ് ഒക്കെ മാറിയിട്ട് ചിലപ്പോൾ 45 മാർക്കോ അല്ലെങ്കിൽ 55 മാർക്കോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തിലേക്ക് കയറാൻ പറ്റത്തില്ല, നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനോ ജോലി ലഭിക്കാനോ പോകുന്നില്ല. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. നമ്മൾ പഠിക്കുന്ന ആ റേഞ്ച് മനസ്സിലാക്കണം, എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ മാർക്കുകൾ നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ഇനിയും സമയമുണ്ട്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. 037/2024 ഇതാണ് ആദ്യത്തെ കാറ്റഗറി നമ്പർ. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ആണ് വിളിച്ചിരിക്കുന്നത്. അതിൽ 037/2024 ഈ എക്സാം വിളിച്ചിട്ടുണ്ട്. 199/2024 ഇത് വിളിച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിളിച്ചിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 0328/2024 ഇത് വിളിച്ചിട്ടുണ്ട്. ഹാൻഡെക്സിൻ്റെ എക്സാമാണ് വിളിച്ചിട്ടുണ്ട്. അടുത്തത് കാറ്റഗറി നമ്പർ 377/2024 ടൂറിസം ഡെവലപ്മെൻറ്റിലേക്ക്. സ്കെയിൽ ഓഫ് പേ ഒക്കെ നോക്കിക്കേ, 19,000 തൊട്ട് 43,600 വരെയുള്ള പേ സ്കെയിലുള്ള എക്സാം വിളിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ? SSLC ഓർ ഇക്വലൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 18-നും 36-നും ഇടയ്ക്കാണ് ഏജ് വിളിച്ചിരിക്കുന്നത്. ഫേസ് 1 എക്സാം ആണ് വന്നിരിക്കുന്നത്. ഒക്ടോബർ 25, 2025 എക്സാം വിളിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ പലപ്പോഴും ഈ എക്സാം ഞാൻ അറിഞ്ഞില്ല, ഞാൻ അപ്ലൈ ചെയ്തില്ല എന്ന് വിഷമിപ്പിക്കുന്നവരോട് പറയുകയാണ്, ഇനിയും അടുത്ത വർഷങ്ങളിൽ ഈ വർഷം അവസാനം തൊട്ട് കമ്പനി ബോർഡ്, LGS പോലുള്ള ഒരുപാട് എക്സാം 10th പ്രിലിംസ് വീണ്ടും വിളിക്കാൻ പോവുകയാണ്. ഡിഗ്രി തലത്തിലെ എക്സാംസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിരവധി എക്സാംസ് ഇനി വിളിക്കാൻ പോകുന്നതാണ്. ഏകദേശം 2000-ലധികം വേക്കൻസികളാണ് കമ്പനി ബോർഡ്, LGS എന്ന് പറഞ്ഞ ഒരൊറ്റ എക്സാമിൽ കൂടെ നമ്മുടെ ഇപ്പം വരെയുള്ള അപ്പോയിൻമെൻറ്റ്സ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, വേക്കൻസികളുണ്ട്, അതോടൊപ്പം തന്നെ നിയമനങ്ങളും നടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി നമുക്കിത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി പഠിക്കുക എന്നുള്ളത് ഇപ്പം തന്നെ തീരുമാനമെടുക്കുക. ഇനിയും ഈ എക്സാമിൻ്റെ സിലബസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മളിതിൻ്റെ സിലബസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കട്ട് ഓഫിനുള്ളിൽ കടക്കണമെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കണം ആ ചുരുങ്ങിയ സമയം കൊണ്ട്, അതിലാദ്യം നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഡെയിലി മാത്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വില്ലിങ് ആകുക എന്നുള്ളൊരു കാര്യമാണ്. എല്ലാ ദിവസവും കണക്ക് ചെയ്യണം. എല്ലാ ദിവസവും കണക്ക് ചെയ്യണമെങ്കിൽ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് 20 മാർക്കിൻ്റെ കാര്യമാണ്. അത് ഡെയിലി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം? ഇപ്പം നമുക്കറിയാം, നമുക്ക് എല്ലാ ഏരിയയൊന്നും ചിലപ്പോൾ കണക്ക് നിങ്ങൾക്ക് പരിചിതമാവത്തില്ല, അല്ലേ? അപ്പം നിങ്ങൾക്ക് കണക്കറിയാവുന്ന ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങളുടെ ഒരു മാർക്ക് റേഞ്ച് വരുന്നത് ഒരു 9-നും 11-നും ഇടയ്ക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ 9-നും 11-നും ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളുടെ മാർക്ക് റേഞ്ചാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ നിങ്ങൾ കൃത്യമായ പരിശീലനം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ മാർക്ക് എന്തിലേക്ക് പോകും? 18-നും പ്ലസിലേക്ക് പോകും, ഉറപ്പാണ്. അവിടെ നിങ്ങൾക്ക് രണ്ടുണ്ട്. ഇവിടെ മാർക്ക് സ്കോർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സമയവും കുറയ്ക്കണം. മനസ്സിലായോ? എത്രയെങ്കിലും സമയം കൊണ്ട് എന്തെങ്കിലും ചെയ്തെടുത്താൽ മതി എന്നുള്ളതല്ല.
അതായത് നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള സംഖ്യകൾ തൊട്ട് കറക്റ്റായിട്ട് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സംഖ്യകളെ, സർവ്വസമവാക്യങ്ങൾ, അതോടൊപ്പം തന്നെ ബോർഡ് മാസ് റൂൾസ്, ഇങ്ങനെ എക്സ്പോണൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ബേസ് തൊട്ട് LCM HCF ഒക്കെ തൊട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്കിലെ 18 മാർക്ക് ഈ 20 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തിലേ ചെയ്യത്തുള്ളൂ? അത് 20 മിനിറ്റ് ലെസ്സിൽ നിങ്ങൾ ചെയ്തെടുക്കും. മനസ്സിലായോ? ഇവിടെ സമയവും സേവ് ചെയ്യണം, മാർക്കും നേടണം. അതാണ് ടിപ്പ് നമ്പർ 1. 18 മാർക്ക് നേടണം, അതും 20 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യരുത്? സ്പെൻഡ് ചെയ്യരുത്. എങ്കിലേ ടോട്ടൽ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ടോട്ടൽ മാർക്ക് കട്ട് ഓഫിലേക്ക് നിങ്ങൾക്ക് അടുക്കത്തുള്ളൂ, അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്. മനസ്സിലായോ? ഇതിൽ പഠിക്കാൻ എളുപ്പമുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നാച്ചുറൽ സയൻസ് ആണെന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ, രോഗകാരികൾ, അല്ലെങ്കിൽ അവിടെ മറ്റൊരു പോർഷൻ കയറി വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ്. മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള അറിവെന്ന് പറയുന്ന വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. അതെല്ലാം പഠിക്കുക എന്നുള്ളതല്ല. PYQ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉറപ്പായിട്ടും കരൾ, വൃക്ക, രക്തം തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ആ പോർഷന് പരിഗണന കൊടുക്കുക. അടുത്തത് ഇവിടെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആരോഗ്യക്ഷേമ പദ്ധതികൾ, അതോടൊപ്പം തന്നെ വാക്സിനേഷനുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് റാപ്പിഡായിട്ട് നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാവുന്നതാണ്. ബോറടിക്കാത്ത ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ നാച്ചുറൽ സയൻസ് നമുക്ക് മാർക്ക് നേടാൻ സാധിക്കും. ദെൻ അടുത്തത് എന്താണ്? ഫിസിക്കൽ സയൻസിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പഠിക്കാൻ വേണ്ടി അത് കളയുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. സോഴ്സ് നിങ്ങൾ പ്രോപ്പറായിട്ടും SCRT യൂസ് ചെയ്യണം. കാരണം വലിയ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കത്തില്ല. +1 +2 ഒന്നും പഠിക്കുകയൊന്നും വേണ്ട. SCRT ബേസ് സാധനങ്ങൾ 5 തൊട്ട് 10 വരെയുള്ളത് കവർ ചെയ്താൽ തന്നെയും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. SCRT നോക്കുക. ദെൻ ഞാൻ പറഞ്ഞു GK, CA, കേരള റിനൈൻസൻസ് എന്ന് പറയുന്ന ഈ പോർഷനിൽ നിന്നാണ് 60 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആദ്യത്തെ 60 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതിൽ പ്രസ്താവനാ ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രസ്താവനാ ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ വരുന്നത്? കേരള റിനൈൻസൻസ് എന്ന് പറയുന്ന ഈ പോർഷനിൽ നിന്ന് കൃത്യമായി തന്നെ പ്രസ്താവനാ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ അപ്പോൾ എന്താണ് പഠിക്കേണ്ടത്? പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട സംഘടനകൾ, അതോടൊപ്പം തന്നെ കേരള ചരിത്രത്തിൽ അവർ നൽകിയിരിക്കുന്ന സംഭാവനകളെ ബേസ് ചെയ്ത്, അതായത് അവർ നടത്തിയ സമരങ്ങൾ, അവരുടെ പത്രങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, അങ്ങനെ അവരെ ബേസ് ചെയ്ത കൃത്യമായ കാര്യങ്ങൾ ഇവിടെ പ്രസ്താവന ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ മാർക്ക് നന്നായിട്ട് പഠിക്കണം, സ്കോർ ചെയ്യണം. കാരണം അല്ലെങ്കിൽ അവയിൽ എന്തിടും? നമുക്കറിയാവുന്നതാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നെഗറ്റീവ് വരുത്തി വെക്കും. അതുകൊണ്ട് തന്നെ വായിച്ചു നോക്കുമ്പോൾ 1, 2, 3 പ്രസ്താവന, 4 പ്രസ്താവനകളുണ്ടാവും. 2 എണ്ണം പരിചിതമുള്ളതായിരിക്കും. ചിലപ്പോൾ നമ്മൾ അറിയാവുന്ന പോർഷനിൽ നിന്ന് മാർക്ക് കളയും. അതുകൊണ്ട് ഷുവർ ഷോട്ട് ഏരിയയാണത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട്, 1 വേർഡ് അല്ല പഠിക്കേണ്ടത്, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകുന്നതാണ്. കേരള റിനൈൻസൻസ് എന്ന് പറയുന്ന ഈ പോർഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പോർഷൻ മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലത്. ഒരിക്കലും അത് ഒരു പെരിഫറൽ സ്റ്റഡി ആവരുത്, മാർക്ക് സ്കോർ ചെയ്യത്തില്ല, ഞാൻ ഉറപ്പ് പറയുന്നു. അടുത്തത് കറണ്ട് അഫയേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്സിനൊക്കെ ചോദിക്കുന്നുണ്ട്. ലോകം, കേരളം, അടുത്തുള്ളത് ഇന്ത്യ, അങ്ങനെ വൈഡ് ഏരിയ ആയിട്ട് ചോദിക്കുന്നുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിയും കടന്നു വരുന്നുണ്ട്. ISRO അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. സോ പത്രം വായിക്കുക. ഇനി ബാക്കിലേക്കുള്ള പത്രത്തിൽ മിനിമം 2024-25 കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡുകളൊക്കെ ചോദിക്കുമ്പം അത് പ്രസ്താവന രീതിയിൽ ആദ്യ മാർക്ക് കിട്ടി, 2ാമത് മാർക്ക് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ 20 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സിൽ 2024-25 പഠിച്ചാൽ തന്നെയും ഏകദേശം മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കും. ഭൂമിശാസ്ത്രം പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നദികൾ, ഉത്തരപർവ്വത മേഖല, അങ്ങനെയൊക്കെയുള്ളതിനൊക്കെ ഒന്ന് പരിഗണന കൊടുക്കുക. ഓവറോൾ ഇത്രയും SCRTക്കും പ്രാധാന്യം കൊടുത്താൽ തന്നെയും നമുക്ക് ഏകദേശം NCERT, SCERT, ഇന്ത്യക്ക് വേണ്ടി NCERT ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. പരിഗണന കൊടുത്താൽ തന്നെയും നമുക്ക് കട്ട് ഓഫിനുള്ളിൽ കടന്നുടക്കാൻ സാധിക്കും. മോഡൽ എക്സാംസ് ചെയ്യണം, PYQs പരിചയപ്പെടണം, PYQs ഡെയിലി പഠിക്കണം, ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, അതിൻ്റെ ഫാക്ട്സുകൾ പഠിക്കണം.
അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ, ഏകദേശം 2 ലക്ഷത്തിലധികം ആൾക്കാർ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു എക്സാമാണ്. അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി 2 ലക്ഷത്തിൻ്റെ അത്രയും കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പഠിക്കുന്നുണ്ടാവില്ല. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് മനസ്സിലാക്കുക. അപ്പം ടീം CCയുടെ ഭാഗമായിട്ട് 10th പ്രിലിംസിൻ്റെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ എല്ലാവരും ഒപ്പം ഉണ്ടാകും, നിങ്ങളും ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ ഫ്രീ ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽസ് കിട്ടാൻ ഒക്കെ ഞാൻ താഴെ ഗ്രൂപ്പ് പിൻ ചെയ്യാം. കോഴ്സിന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എൻക്വയറി ചെയ്യുക. പഠിച്ചു തുടങ്ങാം നമ്മളോടൊപ്പം. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.